السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لك الحمد ولك الشكر، والصلاة والسلام على أشرف المرسلين أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس اتقوا الله عباد الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ഹിരിയായങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശ ജീവനത്തിലെ എല്ലാ സന്ദർഭത്തില് പാലനയാക്കിത്ത് തഖ്വയിൽ ഒതുങ്ങിച്ച് തഖ്വ കൈവിടാമാറ് ಜೀವನಚ್ಚರು ಮುನ್ನಲ್ಕೊಂಡು ಹೋಗೋಣ ಚೆಂತು ನನ್ನ ಸ್ವಂತ ನಫ್ಸರೊಟ್ಟಿಗೆಯೂ നിങ്ങളൊട്ടിಗೆ ನಾನು വസിയത്താക്കിറെ ನೆನಪಾക്കിറെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ടു, ഫളൽ കൊണ്ടു, ഔദാര്യം കൊണ്ടു, കാരുണ്യം കൊണ്ടു, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടു ഞങ്ങളെ ഈ പരിശുദ്ധമായ റമദാനിലെ നോമ്പും നിസ്കാരവും എല്ലാ ഇബാദത്തും പടച്ച റബ്ബ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിലു അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാരെയും ഒത്തൊരുമിച്ച് തരട്ടെ. പരിശുദ്ധമായ റമദാനിൽ ബദ്ർ യുദ്ധം നടന്നത് ഇന്നത്തെ നാളിൽ, റമദാനിലെ 17ാമത്തെ നാൾ, ഹിജ്റ 2ാമത്തെ വർഷം. നോമ്പ് ഫർളാക്കപ്പെട്ടതും ഹിജ്റ 2ാമത്തെ വർഷത്തിലേക്ക് ചെന്നെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയിട്ട് 2ാമത്തെ വർഷത്തിലേക്ക് ബദ്ർ യുദ്ധം നടന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമുരെ പ്രഥമമായിട്ടുള്ളതായ യുദ്ധമായിട്ട് ബദർ. ബദർ തൻ്റെതായ സന്ദേശം എന്തായിട്ട് ബദർ കൊണ്ടു ഖിയാമത്ത് നാൾത്തോളം കണ്ടതായ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉൾക്കൊള്ളുന്നതായ പാഠ എന്തായിട്ട് ഇത് ഞങ്ങൾ ഒന്നാമത് മനസ്സിലാക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വ നുബുവത്ത് നബിക്ക് കിട്ടിയത് 40ാമത്തെ വർഷത്തിലേക്ക്. നിരന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് പിന്നെ മക്കത്തില് തൗഹീദിലെ കലിമത്തുമായിട്ട് തൻ്റെ സ്വന്തം കുടുംബത്തുക്കും മുട്ടത്തെ കുടുംബത്തുക്കും ദൂരത്തെ കുടുംബത്തുക്കും ഖുറൈശി ഗോത്രത്തുക്കും മക്കത്തുള്ളതായ എല്ലാ ബൗദേവ മുശ്രിക്കീങ്ങളായിട്ടുള്ളതായ ആൾമാർക്കും നിരന്തരമായിട്ട് തൗഹീദിലെ സന്ദേശ എത്തിപ്പാടിച്ചു. മക്കത്തില് 13 വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായിട്ട് തൗഹീദ് ചെന്നു. മദീനത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോണ്ടതുക്ക് മുന്നലായിട്ട് 2 പക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി. എവിടേക്ക്? തായിഫുക്ക് പോയി. അബിശീനിയ ഉണ്ട്, ഇത്തോപ്യ ചെന്ന് അറിയപ്പെട്ടതായ അബിശീനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി. ഉണ്ട് ഇസ്ലാമൊരു ശത്രുക്കളായിട്ടുള്ളതായ ആൾമാർ, അതേപോലെ നിരീശ്വരവാദി യുക്തിവാദിയായിട്ടുള്ളതായ ആൾമാർ ഇസ്ലാമൊരു വടക്കൊകുവേനായിട്ട് ഇസ്ലാമുക്ക് എതിരായിട്ട് ഇസ്ലാമുടെ പേരില് പല ആരോപണങ്ങൾ ഉന്നയിക്കാർ ഖുർആനിന്റെ പേരിൽ. അതിൽ ഒന്നയച്ചിക്കറ് ഇസ്ലാമു ചെന്നത് വളർന്നിട്ട് വന്നതേ യുദ്ധ കൊണ്ടു ചൈത്തിക്കറ്. യുദ്ധ ഇന്നില്ലെങ്കിൽ ബദർ, ഉഹുദ്, ഖൈബർ, ഖന്തക്ക്, തബൂക്ക് പോലെയുള്ളതായ യുദ്ധ നടന്നില്ലെങ്കിൽ ഇസ്ലാം ഒരു അഡ്രസ് ഇക്കലാന്ത് ചെന്ന് ഇസ്ലാം ഒരു ശത്രുക്കളായിട്ടുള്ള ആൾമാർ എക്കാലത്തിലും പ്രചാരക്രതയിച്ചിക്കും. ഉടനക ഒന്നാമത് മനസ്സിലാക്കണായത് യുദ്ധത്തുക്കും ഇസ്ലാമുക്കും സംബന്ധമില്ല. യുദ്ധ കൊണ്ടു തല്ല ഇസ്ലാം നിലനിന്നത്. എന്ത് കഴിച്ചിട്ട് ഇസ്ലാം ഒരു ചരിത്രത്തിൽ യുദ്ധമായത് ഇപ്പറ മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയായിട്ട് നിരന്തരമായിട്ട് പീഡനാക്കുകയായിട്ട് മുസ്ലിമീങ്ങളെ അവകാശത്തിലോ കവർന്നെടുക്കുകയായിട്ട് കൊല്ലുകയായിട്ട് അതേപോലെ ഇസ്ലാം ഒരു പ്രചാരത്തിൽ നിന്ന് തടയുകയായിട്ട് എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കുക സാധ്യയില്ലാതെ ഇസ്ലാം ഒരു ഇപ്പറ ആക്രമിക്കുകയായിട്ട് മുസ്ലിമീങ്ങളെ ഇപ്പറ ആക്രമിക്കുകയായിട്ട് ഉപദ്രവിക്കുകയായിട്ട് വന്ന ശത്രുക്കളെ തടഞ്ഞതയച്ചിക്കറ് ഇസ്ലാം ഒരു ചരിത്രത്തിൽ നടന്നതായ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തില് നുബുവത്തിലെ പ്രഥമ ഘട്ടത്തിൽ അനുഭവിച്ചതായ കഷ്ടപ്പാടെന്തയച്ചിക്കറ്, എത്ര പ്രയാസങ്ങൾ അയച്ചിക്കറ്, എത്ര ബുദ്ധിമുട്ടുകൾ അയച്ചിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായിട്ട് സഹിച്ചത്. ഒരു യുദ്ധവും മക്കത്തിലാക്കിയിട്ടില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫുക്ക് പോയി. ഇതെല്ലാം ഹിജ്റക്ക് മുന്നുള്ള അയച്ചിക്കറ്. തായിഫുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരന്തരമായിട്ട് ഉപദ്രവ സഹിക്കുകയായിട്ട് ബന്ധ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്ലെറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ടു പൊട്ടിത്ത് ചോര ബന്ധ. ധാരാളമായിട്ട് നമ്പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരൊട്ടിಗೆ കേക്കറ്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങ ഒന്നു സമ്മതിച്ചെങ്കിൽ എസ് ചെന്നെങ്കിലും മയ്യാവും ഈ കാണ്ടതായ പർവ്വതത്തിലെ ഇടയിൽ വെച്ചിട്ട്
അല്ലാഹു സുബ്ഹാനഹു തആല ഈ തായിഫുര ആൾമാരെ ഹലാക്കാക്കുകനായി തീരുമാനിക്കറ. നിങ്ങ എന്തിനെ ചെല്ലാറ് ഈ വിഷയത്തില്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിര കടലായിട്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ എത്തിക്കറിച്ചെന്ന് രണ്ട് കൈയും മേലാക്കിച്ച് അള്ളാഹുരൊട്ടിക്ക് ദ്വാർന്നിച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി വഇന്നഹും ലാ യഅലമൂന ശൈആ. അല്ലാഹുവേ ഈ ഖൗമുക്ക് നീ പുറത്തു കൊടു റബ്ബേ. ഇങ്ങ എന്തു പിടിയില്ലാത്തതായ ആൾമാരായി തിന്നാർ, എന്തു മുൻപില്ലാത്ത ആൾമാർ. ഇസ്ലാമിന്റെ വിഷയത്തിൽ എനിക്ക് പിടിയുന്നേണ്ടെങ്കിൽ അറിഞ്ഞു തിന്നേണ്ടെങ്കിൽ അങ്ങ ഇങ്ങനെ ആക്കലാൻ. അതുകൊണ്ടു ഇങ്ങളെ നീന് ഒരിക്കലും ഹലാക്കാക്കിരണ്ട. നാണ് മനസ്സിലാക്കുന്നത്, നാണ് കരുതരുത്, നാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങൾ നിന്ത് അല്ലെങ്കിൽ ഇങ്ങളെ തലമുറയിൽ നിന്ത് ഏതെങ്കിലും ആൾമാര് ഇസ്ലാമുരെ മനസ്സിലാക്കിട്ട് തൗഹീദ് കടന്നിട്ട് ബണ്ടാറുണ്ടായെങ്കില് അതായിത്തിക്കര് ഖൈറ് ചെന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെൻ. അപ്പോഴും ഇജ്ജത്തുള്ളതായ ഒരു ആഹ്വാന ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുള്ളത് ഇസ്ലാം യുദ്ധത്തിൽ നിലനിന്നതായ മതമല്ല. യുദ്ധം ചെല്ലത് ഇപ്പറ ആക്രമിക്കുക വന്നതായ ഇസ്ലാമുരെ നശിപ്പിക്കുക വന്നതായ ആൾമാരെ അപ്പറ തടഞ്ഞതായിട്ടിക്കര് ഇസ്ലാമുരെ ചരിത്രത്തിലുള്ളതായ യുദ്ധ. പിന്നെ ഇസ്ലാമുരെ ചരിത്രത്തിൽ നടന്നതായ ഒന്നാമത്തെ യുദ്ധമായി ചിക്കർ ബദർ. ബദർ എന്ത് കഴിച്ചിക്കര് നടന്നേ? ബദറിന്റെ സന്ദേശം എന്തായിച്ചിക്കര്? ബദറിൽ നിന്ന് ഖിയാമത്ത് നാൾ തോലപ്പെട്ടതായ സർവ മുസ്ലിമീങ്ങൾക്കും മനുഷ്യർക്കും ലഭിക്കുന്നതായ പാഠം എന്തായിത്തിക്കര് ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എട്ടാമത്തെ അധ്യായ സൂറത്ത് അംഫാലിലെ തുടക്കത്തിലെ പിന്നമേ അല്ലാഹു സുബ്ഹാനഹു തആല അത് സവിസ്താരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുരെ വഹ്ദാനിയത്ത്, അല്ലാഹുരെ മാത്ര ആരാധിക്കണു, അല്ലാഹുക്ക് മാത്ര ഇബാദത്ത് എടുക്കണു, അവനെ മാത്ര തവക്കുലാക്കണു. എല്ലാ ഇബാദത്തും അല്ലാഹുക്ക് മാത്രം അയച്ചിക്കര്. ഇതയച്ചിക്കര് ബദറിൽ നിന്ന് കിട്ടതായ ഒന്നാമത്തെ സന്ദേശ. ഇങ്ങനെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആനില് സൂറത്ത് അംഫാലിലെ ഒലിമ്പാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല ചെൽറ എന്തായിച്ചിക്കര് ചെൽറേ ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിത്തുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. എന്തായിച്ചിക്കര് അല്ലാഹു തആല ചെൽറന കൊർ ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളെ റബ്ബുരൊട്ടിಗೆ നിങ്ങ ഇസ്തിഗാസ ആക്കിയതായ സന്ദർഭ, സഹായ കേട്ടതായ സന്ദർഭ എപ്പ? ബദർ നടക്കുന്നതായ നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാന്റെ റസൂല് രണ്ട് കൈയും മേലാക്കിട്ട് ദുആരക്കറ്. പടച്ച റബ്ബേ ബദർ അയച്ചിക്കറ് നടക്കുക പോണ്ടത് പ്രഥമമായി ചുള്ളതായി യുദ്ധമായി ചിക്കറ്. കൊച്ചു സംഘം മാത്രമായി ചിക്കറ് നണ്ടൊട്ടിക ഉള്ളത്. അങ്ങ് ദുർബലരായി ചിക്കറാറ്, ബലഹീനരായി ചിക്കറാറ്. ജനബെമ്പൽ അങ്ങലൊട്ടിക ഇല്ല, യുദ്ധ ആയുധങ്ങളില്ല, യുദ്ധത്തിലുള്ളതായ വാഹനങ്ങളില്ല, എല്ലാം കൊണ്ടിട്ട് കൊറടിയായിട്ടുള്ളതായ ആൾമാരെ ചിക്കറാർ. അതുകൊണ്ടിട്ട് പടച്ച റബ്ബേ ഈ കൊച്ചു സംഘത്തില് ശത്രുക്കളെ എതിർല് വെച്ചിട്ട് നീ ബദറിൽ ഹലാക്കാക്കിയെങ്കില്, നശിപ്പിച്ചെങ്കില്, ഇല്ലാണ്ടാക്കിയെങ്കില് പടച്ച റബ്ബേ നിന്നെ മാത്ര ആരാധിക്കൂ, നിക്ക് മാത്ര ഇബാദത്ത് എടുക്കൂ.
നിന്റെ വഹ്ദാനിയത്തിനെ വിളിച്ചു ചൊല്ലുകൂ, നിന്റെ ഈ തൗഹീദിനെ പ്രബോധനം നടത്തുകൂ, തൗഹീദിന് എതിരായിട്ടുള്ളതായ ഈ ശിർക്കിന് വേനായിട്ട് ശബ്ദിക്കൂ, ഇതിനെ ചൊല്ലുകൂ. പിന്നെ ആരായിച്ചിക്കാർ ഈ ഭൂമിയിൽ ബാക്കിയുള്ളത് റബ്ബേ? അതുകൊണ്ട് നീന് ഈ കൊച്ചു സംഘത്തിനെ നീന് ഈ ബദറിൽ വെച്ചിട്ട് നീന് ഹലാക്കാക്കിരണ്ട ചെന്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആർന്നിട്ട് എത്രത്തോളം ചെന്നെങ്കിൽ ആയത്തിലെ തഫ്സീറിൽ നമുക്ക് കാണ്ട്, ഹദീസിൽ കാണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമല് കുഞ്ചിലിന്നതായ തട്ടറിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയാതെ അത് കീഴ് പൊന്തു. അത്രത്തോളം നബി കൈമേലാക്കിച്ച് ദുആർന്നിട്ട് ആ ദുആരെ കുറിച്ചിട്ട് അല്ലാഹു തആല ഈ ആയത്തിൽ ചെല്ലുന്നത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളെ റബ്ബുരൊട്ടിಗೆ നിങ്ങൾ ഇസ്തിഗാസ ആക്കില്ലേ, നിങ്ങളെ റബ്ബുരൊട്ടിಗೆ നിങ്ങൾ സഹായം കേട്ടില്ലേ? ഫസ്തജാബ ലക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് ഉത്തര തന്ന, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് ഉത്തര തന്ന. എങ്ങനെ അയച്ചിക്കര ഉത്തര തന്നത്? എങ്ങനെ അയച്ചിക്കര ഉത്തര തന്നത്? അന്നീ മുമിച്ചുകും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെയായിട്ട് 1000ഓളം ബണ്ടതായ മലായികത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല ബദറിൽ ഇറക്കിയ മലായികത്തിനെ തന്നിട്ട് അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ച, നിങ്ങളെ ദുആക്ക് റബ്ബ് ഉത്തര തന്ന. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ എത്ര വലിയതായ ഗുണപാഠമായി നമുക്ക് ലഭിക്കുന്നത്. ഈമാനിന്നതായ ആൾമാർക്ക്, തഖ്വ ഉള്ളതായ ആൾമാർക്ക്, മഹാന്മാരായ മുഫസ്സിരീങ്ങ ഈ ആയത്തില് തഫ്സീറില് അങ്ങനെ ഗ്രന്ഥത്തില് പേജ് കണക്കില് വിശദീകരിച്ചിട്ട് തണ്ടാർ. ഇതേപോലെ അബൂജഹലും ദുആർന്നരാ കഅബത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അബൂജഹലിന്റെ പ്രാർത്ഥന എന്തായിട്ടിക്കറ ഹദീസിൽ കാണ്ട്, ഈ മക്കത്തും ഈ ബദറിന്റെ പരിസരത്തും ഉള്ളതായ ആൾമാർ ചെന്നെങ്കില് ഖുറൈശി തറവാടിൽ നിന്ന് അയച്ചിക്കാറ്, അനക്ക് പേരും പ്രസക്തി ഉണ്ടു, അങ്ങനൊട്ടിക്ക് ജനബെമ്പലം ഉണ്ടു. അതേപോലെ മുഹമ്മദായെങ്കിൽ ദുർബലനായിച്ചിക്കറ, മുഹമ്മദിന്റെ അനുയായിമാരായിട്ടുള്ളതായ ബദർ യുദ്ധത്തിന് പണ്ടതായ മുഹമ്മദിന്റെ അനുയായിമാർ അങ്ങ് ദുർബലരായിച്ചിക്കാറ്. ഞങ്ങളൊട്ടിಗೆ യുദ്ധത്തിലെ എല്ലാ ആയുധങ്ങളുണ്ടു, ഒൻറ്റ ഉണ്ടു, കുതിര ഉണ്ടു, യുദ്ധത്തിനുള്ളതായ എല്ലാ സജ്ജീകരണങ്ങൾ അയച്ചിക്കറ് ഞങ്ങളൊട്ടിಗೆ ഉള്ളത്. ഞങ്ങൾ മക്കത്തില് പേര് കേട്ടതായ തറവാട് അയച്ചിക്കറ്, ഞങ്ങളെ തറവാട് ഞങ്ങൾക്ക് അയച്ചിക്കറ് ജനബെമ്പലം ഉള്ളത്. അതുകൊണ്ട് പടച്ചോനെ ഈ ബദറിൽ വെച്ചിട്ട് ഈ ദുർബലരായിട്ടുള്ളതായ മുഹമ്മദിന്റെ അനുയായിമാരെ എതിരിൽ വെച്ചിട്ട് ഞങ്ങളെ നീന് ബേസത്താക്കിരണ്ട, അലാക്കാക്കിരണ്ട ചെന്ന് അബൂജഹലും ദുആർന്നരാ. അയെങ്കില അല്ലാഹു സുബ്ഹാനഹു തആല അബൂജഹലിന്റെ ദുആരെ നിഷ്ഫലമാക്കിയ, ശൂന്യമാക്കിയ. എന്തുകൊണ്ട് തെറ്റിക്കേറി? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഖണ്ഡിതമായും അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളിൽ നിന്ന് തഖ്വ ഉള്ളതായ അല്ലാഹുവിനെ സദാസമയ പേടിക്കുന്നതായ ആൾമാരിൽ നിന്ന് മാത്രമായിട്ട് അല്ലാഹു സ്വീകരിക്കുന്നത്. അത് ദുആയെങ്കിലും നിസ്കാരായെങ്കിലും സകാത്തായെങ്കിലും ഹജ്ജായെങ്കിലും നോമ്പായെങ്കിലും ദാനധർമ്മയെങ്കിലും ഉംറയെങ്കിലും ഏത് ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുന്നത് സത്യവിശ്വാസികളിൽ നിന്ന് മാത്രം അയച്ചിക്കരുത്, മുഅ്മിനീങ്ങളിൽ നിന്ന് മാത്രം അയച്ചിക്കരുത്. ഇബാദത്തിലെ ഗണത്തെ നോക്കിയിട്ട് കാര്യമില്ല. ചില ആൾമാർ ചൊല്ലുവാറ്, നാണ് ഫറദ് മാത്രല്ല ഒരു സുന്നത്ത് നോമ്പ് നാണ് വിടില്ലേ, എല്ലാ വെള്ളിയാസയും എല്ലാ ബേലാസയും എല്ലാ തിങ്കളാസയും നാണ് സുന്നത്ത് നോമ്പെടുക്കറേ. അതേപോലെ എല്ലാ തിങ്കളില് 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കര്. അതേപോലെ ഷവ്വാലിന്റെ 6 നോമ്പെടുക്കര്, മുഹറമിന്റെ 10 നോമ്പെടുക്കര്. ഇങ്ങനെ സുന്നത്ത് നോമ്പ് ഏതും നാണ് വിടില്ലേ.
ഇത് ചെന്ത് കാര്യമില്ല. പക്ഷേ അത് നല്ലതയച്ചിക്കര്, അത് ഇബാദത്തയച്ചിക്കര്, പുണ്യകർമ്മമയച്ചിക്കര്, വലിയ പ്രതിഫലം ഉണ്ടോ. പക്ഷേ ആ പ്രതിഫല കിട്ടണുണ്ടെങ്കില്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അതിരെ കൂലി കിട്ടണുണ്ടെങ്കില്, അതിരെ സവാബ് കിട്ടണുണ്ടെങ്കില്, ഒന്നാമത് ഞങ്ങൾ യഥാർത്ഥ മുഅ്മിനാവും, യഥാർത്ഥ വിശ്വാസിയാവും. ഇതയച്ചിക്കര് ഇതിലെ ഒന്നാമത്തെ മാനദണ്ഡ. അതയച്ചിക്കര് ബദറില് ഏറ്റവും വലിയതായ വിജയം കിട്ടിയത് കേവല 300 ചില്ലാന ബദ്രീങ്ങ മാത്രം ബദ്ർ യുദ്ധത്തിക്ക് വന്നത്. ശത്രുക്കളായിട്ടുള്ളതായ ആൽമാർ 1000ഓളം ഇന്നാർ, യുദ്ധത്തിക്കുള്ളതായ എല്ലാ ഒരുക്കത്തിൽ ഇന്നാർ, അതുക്കുള്ളതായ എല്ലാ ആയുധങ്ങൾ അങ്ങനൊട്ടികയും എല്ലാ കൊണ്ടുത്തും ഉഷാറായി ചിന്നറങ്ങ. എന്നിട്ടും അങ്ങ് പരാജയപ്പെട്ടാർ. വലിയ നഷ്ടമായി ബദറിൽ സംഭവിച്ചത്. മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളായിട്ടുള്ളതായ ആൽമാർ വിട്ടുപോയതായ ഗനീമത്ത് സ്വത്ത് യാരെ കിട്ടിയത്? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ബദറിലേക്ക് എല്ലാ നിലക്കും അള്ളാഹു ബദരീങ്ങളെ സഹായിച്ച, മലായിക്കത്തിനെ അള്ളാഹു ഇറക്കിട്ട് സഹായിച്ച. ഉടനെ മനസ്സിലാക്കുള്ള ഒരു പോയിന്റും, ഇത് ബദരീങ്ങളെ മാത്രല്ല ഞങ്ങളെയും അള്ളാഹു സഹായിക്കറ. മലായിക്കത്തിനെ ഇറക്കിട്ട് അള്ളാഹു സഹായിക്കറ. ബദറില് അള്ളാഹു 1000 മലായിക്കത്തിനെ ഇറക്കിയെങ്കില് ഞങ്ങക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ഓഫർ ഇല്ലേ? ഞങ്ങളെ പഠിച്ച റബ്ബ് കൈവിട്ടാനാ? എന്തേ ഞങ്ങൾ ചിന്തിക്കാതെ പോയേ? അള്ളാഹു ഖുർആനിലേക്ക് ചെന്നത്, പവിത്ര ഖുർആനിൽ സൂറത്ത് ഖദറിൽ അല്ലാഹു തആല ചെന്ന ലൈലത്തുൽ ഖദർ ജാഉലു അല്ലാഹു സുബ്ഹാനഹു തആല ആകാശ ലോകത്തിൽ നിന്ന് മലായികത്തിനെ അല്ലാഹു ഇറക്കറ. മലായികത്തിനെ മാത്രല്ല, മലായികത്തിനെ ലീഡറായിട്ടുള്ളതായ, ക്യാപ്റ്റനായിട്ടുള്ളതായ ജിബ്രീൽ അലൈഹിസ്സലാമും ലൈലത്തുൽ ഖദർ ജാഉലു ഭൂമി ലോകത്ത് ഇറങ്ങിട്ട് പണ്ട്. ഇത് ഖുർആനായിട്ട് ചെല്ലുന്നത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാര, പടച്ച റബ്ബിന്റെ തീരുമാന പ്രകാര അല്ലാഹു സുബ്ഹാനഹു തആല ലൈലത്തുൽ ഖദർ ജാഉലു ആകാശ ലോകത്തിൽ നിന്ന് മലായികത്തിങ്ങളെയും അതേപോലെ ജിബ്രീലിനെയും അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് കടത്തരാ. ബദറില് 1000 എങ്കില് ലൈലത്തുൽ ഖദർ ജാഉലു 1000 അല്ല. അല്ലാഹുക്ക് മാത്രം പിടിയുള്ളത്. ആകാശ ലോകത്തിലുള്ളതായ മലായികത്തിങ്ങ എല്ലാ ലൈലത്തുൽ ഖദർ ജാഉലു ഭൂമി ലോകത്തേക്ക് ഇറങ്ങിട്ട് ബണ്ടാറ്. ഇത് അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഓഫർ ആയിട്ടിക്കര്. എന്ത്? ഞങ്ങൾക്ക് വേണായിട്ട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണായിട്ട് ഇസ്തിഗ്ഫാർ ആക്കൂ, ഞങ്ങളെ പ്രാർത്ഥനക്ക് ആമീൻ ചെല്ലകൂ, ഞങ്ങൾക്ക് വേണായിട്ട് അള്ളാഹുരൊട്ടിಗೆ റെക്കമെൻഡ് ആക്കൂ. മാത്രമാ ഞങ്ങ ഷോപ്പിംഗ് മാളിലും അതേപോലെ മാർക്കറ്റിലും അതേപോലെ റോഡ് സൈഡിലും അതേപോലെ ഹോട്ടലിലും അതേപോലെ ചില ആൾമാർ കിടന്നിട്ട് ഉറങ്ങിട്ടും ആ സൗഭാഗ്യത്തിനെ നഷ്ടപ്പെടുത്തുക. അപ്പൊ ഞങ്ങക്ക് ഇതിൽ കിട്ടുന്നതായ ഒരു പാഠം അയച്ചിക്കര്. ബദറില് അള്ളാഹു 1000ഓളം മലായികത്തിനെ ഇറക്കിയപ്പോ ബദറിൽ കിട്ടിയതായ നേട്ടം തയ്ച്ചിക്കര്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ പിന്നെ ഉള്ള ആയത്തിൽ ചെല്ലുക, 10ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെല്ലുക. എന്തായിത്തിക്കര റബ്ബ് ചെല്ലുന്നത്? وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. എത്ര ചന്തത്തിലെത്തിക്കര് പരിശുദ്ധമായ ഖുർആൻ ബദർ ചരിത്രത്തിലോ ബദറിന്റെ സന്ദേശത്തിലോ വിശദീകരിച്ചു തന്നെ. 1000ഓളം മലായികത്തിനെ അല്ലാഹു തആല ബദറിൽ ഇറക്കിയതായ സന്ദർഭത്തില്
അള്ളാഹു ചൊല്றது വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ, ഇത് നല്ല ഒരു ശുഭവാർത്ത അല്ലാതെ വേറെന്തും ഇല്ല. വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും, ഞങ്ങളെ ഹൃദയത്തിന് എത്ര വലിയ സമാധാനമായി ചിക്കറ് കിട്ടിയത്. ഈമാനുള്ളതായ വിശ്വാസികളായിട്ടുള്ളതായ സത്യസന്ധന്മാരായിട്ടുള്ളതായ സ്വഹാബത്തുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വലിയ ഒരു സമാധാനത്തിന് പളക്കയറ്റിക്കര് ഓഫർ അയച്ചിക്കര് അല്ലാഹു തആല കൊടുത്തത്. ഒന്ന് ചിന്തിക്കൊരു സഹോദരന്മാരെ, അല്ലെ, എത്ര വലിയ ഒരു സമാധാനമായിട്ടിക്കര് ഞങ്ങൾക്ക് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു തആല മലായികത്തിനെ ഇറക്കിട്ടാ എന്തുകൊണ്ടു ഞങ്ങളെ ഹൃദയ ഈമാൻ കൊണ്ടു ഉറച്ചത്. അങ്ങ് അള്ളാഹുരെ മാത്രമേ പേടിച്ചാറ്. അങ്ങ് ഒരിക്കലും പണത്തില് ദൗർബല്യമുള്ള ആളായിച്ചിരുന്നെങ്കിലും താക്കത്തില് ദൗർബല്യമുള്ള ആളായിച്ചിരുന്നെങ്കിലും ഈമാന് കൊണ്ടു ശക്തി ഇന്ന ആൾമാരായിച്ചിരുന്നാർ. അള്ളാഹു അങ്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബാ, അള്ളാഹുരെ പേടിച്ചതായ ഏക കാരണത്തില് അള്ളാഹു ഞങ്ങളെ തൊട്ടും അങ്ങ് അള്ളാഹുരെ തൊട്ടും തൃപ്തിപ്പെട്ട ആൾമാറായിട്ടിക്കാറ്. അള്ളാഹു ഞങ്ങളെ വിശ്വാസത്തിലെയും കർമ്മത്തിലെയും അള്ളാഹു സ്വീകരിച്ച അങ്ങ് സ്വർഗത്തിലേറ്റിക്കാറ്. അള്ളാഹു അങ്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത അതയച്ചിക്കറ് ബദരീങ്ങ അങ്ങയച്ചിക്കാറ് സ്വഹാബിമാർ. എത്ര വലിയ സ്ഥാനമയച്ചിക്കറ് നിങ്ങൾ നോക്കൂ. അങ്ങ് സ്വർഗത്തിലേറ്റിക്കാറ് വഹീറെ ബേസിലയച്ചിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് എത്രത്തോളം ചെന്നെങ്കില് ബദറിന്റെ ചരിത്ര ചെല്ലുമ്പോ ചരിത്രത്തിലെ ഗ്രന്ഥത്തിൽ ഞങ്ങൾക്ക് കാണ്ട്, ഹദീസിൽ ഞങ്ങൾക്ക് കാണ്ട്, മഹാനായ അബൂ ഉബൈദ ഇബ്നു ജർറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര ചെറുപ്പക്കാരനായിട്ടയാൾ ബദർ യുദ്ധത്തിക്ക് വന്നാളയച്ചിക്കർ. അയാളെ രണ്ട് കാലും ബദറില് ശത്രുക്കളായിട്ടുള്ളതായ മുശ്രിക്കീങ്ങ അതിനെ വെട്ടിയെടുത്താർ. രണ്ട് കാലിൽ നിന്നും രക്തം ഇങ്ങനെ വലിച്ചോണ്ടുണ്ട്. ശരീരത്തിലെ ഏത് ഭാഗത്തിലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് അമ്പ് തുറക്കാത്തതായ ജാഗയില്ല. പല ഭാഗത്തിൽ നിന്നും രക്തമായി ചിക്കര് വലിക്കരുത്. രക്ത കൊണ്ടു മുങ്ങി കുളിച്ചത്. എന്നിട്ട് അയാള് ചെന്നോണ്ടുണ്ടു നന്നെ നിങ്ങ അള്ളാന്റെ റസൂലിനെ എതിർക്ക് കൊണ്ടുപോരൂ, റസൂലിന്റെ എതിർക്ക് നിങ്ങ കൊണ്ടുപോരൂ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു രണ്ടാളും താങ്ങി പിടിച്ചിട്ട് എടുത്തിട്ട് കാല് കട്ടായിര്. ശരീരത്തിലെ പല ഭാഗത്തിലും അമ്പ് തറച്ചിട്ട് രക്തം ഇങ്ങനെ വലിച്ചോണ്ടുണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സന്നിധാനത്തിന് എതിർക്ക് കൊണ്ടുപോയ സന്ദർഭത്തില് അയാള് അള്ളാന്റെ റസൂലിനെ നോക്കിട്ട് മുൽപൊട്ടു, ധാരാളമായിട്ട് മുൽപൊട്ടു. ഫബക്കാ അബൂ ഉബൈദ ബുഖഅതൻ ശദീദാ, ശക്തമായിട്ട് അയാള് മുൽപൊട്ടോണ്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ബദറിന്റെ നാളിലായിട്ടിക്കറി ഇണ്ടത്തെ നാളിലായിട്ടിക്കറി നടന്ന ചരിത്ര. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുനെ നോക്കിട്ട് കേക്കറിയാ, അബാ ഉബൈദ മാലക്ക എന്ത് കഴിച്ചിക്കറി നിങ്ങ പുൽപുട്ടത് നമ്മള് സഹിക്കുകയില്ലേ? രണ്ട് കാലും മുറിഞ്ഞു പോയിട്ട് സാരയില്ല, സബൂർ എടുക്കൊരു, അള്ളാഹു അതൊക്കെ പ്രതിഫലം തരും. ശരീരത്തിലെ പല ഭാഗത്തു നിന്നും രക്തം ഇങ്ങനെ കണ്ട് ഇതിനെ നമ്മള് സഹിക്കുക സാധ്യയില്ലാതെ നിങ്ങൾ പുൽപുട്ടതാ. ആ സന്ദർഭത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചെല്ലുന്നതായ ഒരു പലക്കമുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ രണ്ട് കാല് പോയത് എനക്ക് വിഷയമേ അല്ല, അതിനെ നമ്പൽ എനക്ക് ഗൊന്തയിച്ചേയില്ല. എന്റെ ശരീരത്തില് ശത്രുക്കളായിട്ടുള്ളതായ മുശ്രിക്കീങ്ങളായ ആൽമാർ
അമ്പെറിഞ്ഞത് നക്കത് വില വിഷയമേ അല്ല. ಅದರ ನಂಬಲ ನಕ್ಕೆ ಪಿಡಿಯಾಯಿச்சே ಇಲ್ಲ. അതിൽ ನಾನು ಸಂತೋಷಿக்கிற ಬುಲ್ಪುಟ್ರದಲ್ಲ. ನಾನು ಬುಲ್ಪುಟ್ರದ ഒന്നുകു മാത്രമായി ചിക്കര്. ഈ ബദർ യുദ്ധത്തിൽ നക്ക് ഷഹീദാവുക ഇല്ലല്ലേ, ശുഹദാക്കന്മാരെ ലിസ്റ്റിൽ നക്ക് പെടുക ഇല്ലല്ലേ. ഇതയച്ചിക്കര് നക്ക് ബേജാറ്. പൊയ്നാലി ശുഹദാക്കന്മാരായി ചിക്കറാറ് ബദറില് ഷഹീദായത്. ആ കൂട്ടത്തില് ഈ അബൂ ഉബൈദക്ക് പെടുക ഇല്ലല്ലേ. ഇതയച്ചിക്കര് നന്റെ ബേജാറ്, നന്റെ ദുഃഖ അത് വിഹരിക്കുമ്പോഴത്തേക്ക് നക്ക് ബുൽപ്പു കണ്ടത് നാളെ സ്വർഗത്തില് ഈ ബദരീങ്ങ ഉന്നതമായ സ്ഥാനത്തിലല്ലേ. നബിയെ നിങ്ങളെ കൂടല്ലേ, നക്കാ ഭാഗ്യ ഇല്ലല്ലേ ചെത്തയച്ചിക്കരനാണ് ബുൽപുട്ടത്. ആ സന്ദർഭത്തിലെ ചിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുടെ മുഖത്ത് നോക്കിട്ട് ചെല്ല്, അബൂ ഉബൈദ നീ ബുൽപുടണ്ട, നീ ബേജാറാവണ്ട, വബുശിറു നിങ്ങൾ സന്തോഷിക്കറു. നാളെ സ്വർഗത്തില് ശുഹദാക്കന്മാരെ ലീഡറായിട്ട് ആ ഒരു പതാക കൊടി പിടിக்கிற ആള് നിങ്ങൾ അയച്ചിക്கிறார். അപ്പ അയച്ചിക്கிறாரு രണ്ട് കാലും മുറിഞ്ഞിട്ടും ശരീരത്തിലെ പല ഭാഗത്തിലും അമ്പ് തുറച്ചിട്ട് രക്തം ഇങ്ങനെ ഒലിച്ചിട്ടും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചിരിക്കര്, സന്തോഷിക്കര്. അതയച്ചിക്കര് സ്വഹാബത്തിലെ ഇമാം അങ്ങ് ആഗ്രഹിച്ചത് സ്വർഗത്തില് മാത്രല്ല, സ്വർഗത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടിಗೆ കൂടണു ചെല്ലതയച്ചിക്കർ. റബിയ റളിയല്ലാഹു അൻഹു ചെന്നില്ലേ, നബിയെ നക്ക് സ്വർഗ കിട്ടിയെങ്കിലും അയ്യാവല, സ്വർഗത്തിൽ നിങ്ങളൊട്ടിക നക്ക് വേണു. അസ്അലുക മുറാഫതക ഫിൽ ജന്നാ, സ്വർഗത്തിൽ നിങ്ങളൊട്ടിക നക്ക് കൂടണോ. അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് അവഗൈറ ദാലിക യാ റബിയ, റബിയ ഇതല്ലാത്ത വേറെന്തെങ്കിലും നീ കേട്ടുക, ഇതത്ര സുലഭമുള്ള വിഷയമല്ല സ്വർഗത്തിൽ നണ്ടൊട്ടിക കൂട്ടരുത്. ആ സന്ദർഭത്തിൽ അയാള് പിന്നെയും ചെല്ല്, നബിയേ നക്ക് അതെന്നെ വേണോ, നക്ക് വേറെ എന്തു വേണ്ട, സ്വർഗത്തിൽ നിങ്ങളൊട്ടിക നക്ക് കൂടണോ കൂട്ടുകാരനായിട്ട്. അള്ളാന്റെ റസൂലേ സ്വർഗത്തില് നിങ്ങളൊട്ടിക നക്ക് കൂടണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിക്ക് ചെന്ന് ഒരേ ഒരു പരിഹാരമായി ചിക്കര സ്വർഗത്തില് നന്നൊട്ടിಗೆ കൂടണുണ്ടെങ്കിൽ അത് നന്നെ കൊണ്ട് എടുത്തിട്ട് തരകു സാധ്യല്ല. ಅದಕ್ಕುള്ള ഒരേ പരിഹാര ഒരേ മാർഗ ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ധാരാളമായിട്ട് ചെമ്മ നീന് സുജൂദ് അധികരിപ്പിച്ചിട്ട് നിന്റെ സ്വന്തം തടികെ നീന് അൽപ്പാക്ക് സുജൂദ് അധികരിപ്പിക്കും. ഞങ്ങ ഇത് ചെല്ലുമ്പോ വിചാരിക്കുവോ ഞങ്ങ ഫർദ് നിസ്കാരത്തിൽ സുജൂദ് ഇടില്ലേ, ഫർദ് നിസ്കാരത്തിന് മുന്നോട്ട് പിന്നോട്ട് ഞങ്ങൾ റവാത്തിബ് നിസ്കരിക്കറ, അപ്പൊ ഞങ്ങൾ സുജൂദ് ഇടില്ലേ. ആ സുജൂദ് മാത്രല്ല അല്ലാത്ത സന്ദർഭത്തിലും ഞങ്ങളെ റബ്ബുക്ക് ഞങ്ങൾ സുജൂദ് ഇടണു, സുക്കൂറിന്റെ സുജൂദ് ഇടണം. എത്ര എത്ര ആൾമാര് ഹോസ്പിറ്റലിലുള്ളാറ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ക്രോസ് ആയിട്ട് ഒരിക്ക മരിച്ചിട്ട് കിട്ടിയെങ്കിലും മയ്യാവത്ത് ചെന്ന് കാക്കര എത്ര എത്ര ആൾമാരുള്ളാറ്. അതിനെ നമ്മളെ സഹിക്കുക സാധ്യയില്ലാതെ എത്ര എത്ര ആൾമാർ മാരകമായിട്ടുള്ളതായ രോഗത്തിന് ബലിപശു ആയോണ്ടുള്ളാറ്. എത്ര എത്ര ദൈനംദിനമായിട്ടുള്ള മരണ വാർത്ത കേട്ടിട്ട് ഇന്നലെ 13 വർഷത്തെ ഒരു കിടാവ് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുക വേനായിട്ട് പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് പുറത്ത് സൈക്കാലില് പറമ്പത്തുകോ സൈക്കാല് കല്ല് കടിച്ചിട്ട് കിടാവുരെ തല കല്ല് കടിച്ചിട്ട് ആ കിടാവ് മരണപ്പെട്ടിച്ച് ഞങ്ങളെ കുടുംബത്തിൽ. അള്ളാഹു ആ ഉമ്മാക്ക് സബൂറിനെ കൊടുക്കട്ടെ. ഒരേ ഒരു മോൺ അയച്ചിക്ക് അബ്ബയില്ല പൊട്ടിച്ചു പോയി. ആ കുടുംബത്തിലെ നമ്മളെ എത്രത്തോളിക്കും ആ ഉമ്പരെ ഒന്ന് നീ ആൽച്ചനാക്കോ. അള്ളാഹു സബൂറിനെ ഇട്ട് കൊടുക്കട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെ ഇത്തരത്തിലുള്ള ആഫാത്ത് മുസീബത്തിൽ റബ്ബ് സലാമത്താക്കട്ടെ. അപ്പൊ അതുകൊണ്ടൊന്ന് ചിന്തിക്കോറു, പടച്ച റബ്ബു ഞങ്ങൾ മടങ്ങണു, ശുക്ർ അധികരിപ്പിക്കോറു. ഇതെല്ലാം തന്നത് റബ്ബയച്ചിക്ക്. ഞങ്ങളൊട്ടിക്ക് എന്തില്ലേ ഈ ഭൂമി ഞങ്ങൾ പറമ്പത്തേക്ക് ഒന്നും ഇല്ലാതെ ഞങ്ങൾ വന്നര ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങ മരിച്ചിട്ട് പോണ്ടതായ സന്ദർഭത്തില് ഏത് സന്ദർഭത്തിലും ഒമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിലെത്തിക്കറ് ഞങ്ങൾ മരിക്കറ്, ഏത് പക്കത്തിലെത്തിക്കറ്, ഏത് ജാഗലെത്തിക്കറ് ഞങ്ങൾക്ക് ചെല്ലകു സാധ്യല്ല.
ಅದರ ವಿಷಯത്തിലുള്ള ಇಲ್ಮು ಅಲ್ಲಾಹುರ ಪಕ್ಕಲ್ಲ ಇಚ್ಚಿಕಿರು ಆ ಮರಿಚಿತ್ತು പോകുമ്പത്തുകു ഞങ്ങളൊട്ടിಗೆ എന്ത ഇച്ചിക്കിറ് ഞങ്ങൾ സമ്പാദിച്ചു വെച്ചത് ഞങ്ങളെ അചഞ്ചലമായിട്ടുള്ളതായ അള്ളാഹുൽ ഉറച്ചതായ തൗഹീദിൽ ഉറച്ചതായ വിശ്വാസവും ശിർക്ക് കലരാത്തതായ വിശ്വാസവും അതിരൊട്ടിക്കുള്ളതായ അമൽ സ്വാലിഹത്തല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും മരണാനന്തരത്തിലുള്ളതായ പരലോക ജീവിതത്തിൽ രക്ഷപ്പെടുക സാധ്യമല്ല. മഹാന്മാരായ സ്വഹാബത്ത് ബദ്രീങ്ങ ധാരാളമായിട്ട് ചെമ്മ സമ്പാദിച്ച അങ്ങ് സ്വർഗത്തിൽ അള്ളാന്റെ റസൂലിനൊട്ടിಗೆ ഇച്ചിക്கிறார். മാത്രല്ല ഒന്നും കൂടി ഞങ്ങൾ മനസ്സിലാക്കണോ, ഞങ്ങൾ വിചാരിക്കുക ഞങ്ങൾക്ക് ആ ഭാഗ്യം ഇല്ലല്ലേ, ഞങ്ങൾക്ക് ബദരീങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ കൂട്ടതായ ഭാഗ്യം ഇല്ലല്ലേ, ശുഹദാക്കന്മാരൊട്ടിಗೆ സ്വർഗത്തിക്ക് പോകും ഞങ്ങളെ കൊണ്ടാവും. അള്ളാഹു ഞങ്ങൾക്കും ഓഫർ തന്ന പടച്ചറബ് ഞങ്ങൾക്കും ആ ഓഫർ തന്ന മാത്രമാ ഞങ്ങൾ ഗഫലത്തിലുള്ള ഞങ്ങൾ അശ്രദ്ധയിലുള്ള അള്ളാഹുടെ ഖുർആൻ ഇങ്ങനെ ഓതുര ഹത്ത തീർക്കിற ഖുർആൻ ഹൃദയത്തിക്ക് കടന്നിട്ടില്ല. സ്വഹാബത്തിക്ക് അങ്ങനല്ല, അങ്ങ് ഖുർആൻ ഒരു ആയത്ത് ഓതിയെങ്കിലും അതങ്ങളെ ഹൃദയത്തിക്ക് കടന്നുകൊണ്ടിന്ത് പരിവർത്തനായോണ്ടിന്ത് അങ്ങനെ ഈമാൻ അധികരിച്ചോണ്ടിന്ത് ഒരായത്ത് കൊണ്ടുത്തു ഒരു കലിമത്ത് കൊണ്ടുത്തു ഞങ്ങ ഒരു ഹത്ത ഓദിച്ച് തീർത്തെങ്കിലും 10 ഹത്ത ഓദിച്ച് തീർത്തെങ്കിലും എന്തൊരു പരിവർത്തനയില്ല. ചില ആൾമാര് ചിലത് നിങ്ങൾ കേൾക്കുവാറ്, ഞാൻ അത്ര ജുസു ഓതിയെ നോമ്പ് തീരുമ്പോ ഇത്ര ഹത്ത തീർക്കുന്നു, പക്ഷേ നല്ലതയച്ചിക്കര് ആയെങ്കില് ആ ഹത്ത തീർക്കുമ്പോ ഖുർആൻ നക്ക് കൊണ്ടുവന്നതായ ചേഞ്ചസ് എന്തയച്ചിക്കര് മാറ്റം എന്തയച്ചിക്കര് ഞങ്ങൾ മുന്നേ മനസ്സിലാക്കും. അതയച്ചിക്കര് സ്വഹാബത്ത് وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തില് അങ്ക് ഓദിക്കേ പാട്ടി എന്തെങ്കില് സാദത്തുഹും ഈമാന അങ്ങനെ ഈമാൻ യാരായോണ്ടി അത് യാരായോണ്ടി കൊറടിയായോണ്ടി ഇല്ല. അപ്പൊ അമ്പിയാക്കന്മാരൊട്ടിಗೆ ബദരീങ്ങളൊട്ടിಗೆ ഞങ്ങൾക്ക് സ്വർഗത്തിക്ക് പോകണ്ടേ, ഞങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ ഞങ്ങൾക്ക് കൂടണ്ടേ. അള്ളാഹു ಅದಕ್ಕೆ ചെന്ന ಅದಕ್ಕೆ അള്ളാഹു പരിഹാര ചെന്ന അള്ളാഹു ಅದಕ್ಕೆ സൊല്യൂഷൻ ചെന്ന ഞങ്ങൾ ആ വിഷയത്തിൽ ഇല്ല. എന്താ 4-ാമത്തെ അധ്യായ സൂറത്തുൻ നിസാ അള്ളാഹു തആല ചെന്ന് ഉമയ്യുതില്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്കും ആ ഓഫർ ഞങ്ങൾക്ക് ഇണ്ട് ഇതാക്കര ആവശ്യകതയില്ലേ. ഇണ്ട് നിങ്ങൾ നോക്കൂ, വിദേശത്ത് ഖലീജ് ഗൾഫിലുള്ളതായ ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ പെഞ്ഞായി മക്കള്, അതേപോലെ ഞങ്ങളെ ഉമ്മ അബ്ബര് ജീവന മഴീശത്തിന് വേനായിട്ട് പല കിനാവും മനസ്സിൽ വെച്ചിട്ട് കടൽ കടന്നിട്ട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് വിദേശത്തിലുള്ള അങ്ങവും ഭയഭീതിയിലയച്ചിക്கிறார், പേടിയിലയച്ചിക്கிறார். എന്തയച്ചിക്കര് സംഭവിക്കര് എപ്പ ഏതും സംഭവിക്കാം. അള്ളാഹു നമുക്ക് സുരക്ഷിത കൊടുക്കട്ടെ, അള്ളാഹു സമാധാനത്തിന് കൊടുക്കട്ടെ, അള്ളാഹു അവന്റെ കാവലിന് റബ്ബ് കൊടുക്കട്ടെ. ഇസ്ലാമിലെ ശത്രുക്കളായിട്ടുള്ളതായ യഹൂദിമാരെ ചതിയിൽ നിന്ന് പടച്ച റബ്ബ് കാത്ത് സലാമത്താക്കട്ടെ. യഹൂദിമാര് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിലെ പിന്നമേ തുടങ്ങിയതെത്തിക്കര് ഇസ്ലാമിനെ നാശാക്കുകയും മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചതിക്കുകയും അങ്ങനെ ഖിയാമത്ത് നാൾ തോൽ അങ്ങനെ തന്ത്ര കുതന്ത്രത്തിരങ്ങ് ഉപയോഗിക്കാർ. അള്ളാഹു അത് പരാജയപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, നാ ചെന്നോണ്ട് വന്നത് ആയത്ത് നിങ്ങളൊക്കെ അള്ളാഹു ചെന്ന് ഞങ്ങൾക്കും ശുഹദാക്കന്മാരൊട്ടിಗೆ കൂടുകയും അമ്പിയാക്കന്മാരൊട്ടിಗೆ കൂടുക അള്ളാഹു ചെന്ന മാർഗ എത്തിക്കര്. ഒന്നാമത്തെ മാർഗം അള്ളാഹു താല ചെന്നത് എത്തിക്കര് ആരെങ്കിലും അള്ളാഹുരെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിട്ടെങ്കില് കേവലം നാവ് കൊണ്ടുത്ത് ചെന്നെങ്കിലും അയ്യാവല് ഞങ്ങൾ നബിരെ പിരിസാക്കര, ഞങ്ങൾ നബിരെ സ്നേഹിക്കര, നാവ് കൊണ്ടുത്ത് ചെன்றതല്ല, അത് ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് കാട്ടിക്കോൺ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറിയൊരു പിൻപറ്റണം, സുന്നത്തിനെ പിൻപറ്റണം.
നാവ് കൊണ്ടിട്ട് ചെല്ലുന്നതല്ല, അതുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതല്ല. അള്ളാന്റെ റസൂൽ കാട്ടിത്തന്നതായ തരീക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാം കാട്ടിത്തന്നത്. എന്തു ബാക്കി വെച്ച് പോയില്ലേ? കാലുക്ക് എങ്ങനെ ചെരുപ്പിടണോ, ഏത് കാലുക്ക് ഫസ്റ്റ് ചെരുപ്പിടണോ, അതുപോലും ഞങ്ങളെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിര്. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹു ഖുർആനിൽ എത്തിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമല് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളതായ മാതൃക ഉണ്ട്. എല്ലാ വിഷയത്തിലും നിങ്ങൾ ഒരു ബിസിനസ് ആക്കുന്ന ആൾമാരാ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃക ഉണ്ട്. നിങ്ങൾ ഒരു തൊഴിലാളിയ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃക ഉണ്ട്. നിങ്ങൾ ഒരു കുടുംബനാഥന, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃക ഉണ്ട്. ദാമ്പത്തിക ജീവനം നടത്തുന്ന ആൾമാരാ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃക ഉണ്ട്. ഇങ്ങനെ സകല മേഖലയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃക ഉണ്ട്. എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസപരമായിട്ടുള്ളതായ കാര്യ, കർമ്മപരമായിട്ടുള്ളതായ കാര്യ, പ്രാക്ടിക്കലായിട്ട് ആക്കിയിട്ട് കാട്ടണമായിട്ടുള്ളതായ കാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്നു. എല്ലാ വിഷയത്തിലും അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉത്തമമായിട്ടുള്ളതായ മാതൃക എത്തിക്കരുത്. ആര് അള്ളാന്റെ റസൂലിനെയും അള്ളാഹുരെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാര ഫഖദ് ഫാസ ഫൗസൻ അലീമ, അങ്ങ് ഒമ്പിച്ച വിജയത്തിലെത്തിക്கிறாർ അല്ലെ. വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു. വിശുദ്ധ ഖുർആൻ സൂറത്ത് അസ്റിൽ അല്ലാഹു തആല തന്ന അള്ളാന്റെ റസൂൽ ഏതൊന്നും എത്തിക്കണം നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ സ്വീകരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊന്നിൽ നിന്ന് നിങ്ങളൊട്ടിക്ക് വിട്ടു നിൽക്കുക ചെന്നറാ, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കും. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇത്ര ക്ലിയർ ആയിട്ട് ഇസ്ലാം റവേ എല്ലാം നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്നത്. ആ റസൂലിനെ ഞങ്ങൾ അനുസരിക്കും, ആ റസൂലിനെ ഞങ്ങൾ ഇത്തിബാക്കണം. അതായിട്ടിക്കറ് റസൂലിന്റെ ഒട്ടിക്കുള്ള പിരിസ, അല്ലാതെ നാവ് കൊണ്ടിട്ട് ഞങ്ങൾ സ്റ്റേജ് കെട്ടിട്ട് ചെല്ലുന്നതല്ല. അത് ഞങ്ങളെ ജീവിതത്തിലാക്കി കാട്ടും. റസൂലിന്റെ ചര്യ ഞങ്ങൾ പിൻപറ്റും. അതായിട്ടിക്കറ് അങ്ങനത്തെ ആൾമാരുടെ അല്ല വെച്ച ഓഫർ എന്ത്? ആരെങ്കിലും അല്ലാഹുരെയും അവന്റെ റസൂലിനെയും അനുസരിച്ചിട്ടെങ്കില് ആ വിഭാഗ ആൽമാറ്, അത്തരത്തിലുള്ളതായ ആൽമാറ്, അല്ല ബഹുമാനിച്ച അല്ല അനുഗ്രഹിച്ചതായ ആൽമാരെ കൂട്ടത്തിൽ അയച്ചിക്കാറ്. ആറ്? മിനൻ നബിയീന, അമ്പിയാക്കന്മാരൊട്ടിಗೆ, സിദ്ദീഖീങ്ങളൊട്ടിಗೆ, അള്ളാഹുര മാർഗത്തിലുവനായിട്ട് അള്ളാഹുര പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് ഞങ്ങളെ റായത്തിനെയും ഞങ്ങളെ കുടുംബത്തിനെയും ഞങ്ങളെ സ്വത്തിനെയും ഞങ്ങളെ പെഞ്ഞായിരെയും ഞങ്ങളെ മക്കളെയും എല്ലാം വിട്ടുത്തു അള്ളാഹുര പ്രതിഫലം മാത്രം ആഗ്രഹിച്ചിട്ട് ജീവൻ സമർപ്പിച്ചതായ ഷഹീദായ ശുഹദാക്കന്മാരൊട്ടിಗೆ അള്ളാഹു ഇഷ്ടപ്പെട്ടതായ അള്ളാഹുരെ ഇഷ്ടദാസന്മാരായിട്ടുള്ള സ്വാലിഹീൻ ഔലിയാക്കന്മാരൊട്ടിಗೆ അയച്ചിട്ടാർ. എവിടെ? പരലോകത്തില്, സ്വർഗത്തില്. എന്നിട്ട് അള്ളാഹു താല ചെന്നത് നോക്കൂ, അത് എത്ര നല്ല ചങ്ങായി പാടയച്ചിട്ട് അമ്പിയാക്കന്മാരൊട്ടിಗೆ സ്വർഗത്തിൽ കൂട്ടരുത്, ശുഹദാക്കന്മാരൊട്ടിಗೆ സ്വർഗത്തിൽ കൂട്ടരുത്, സിദ്ദീഖീങ്ങളൊട്ടിಗೆ സ്വാലിഹീങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ കൂട്ടരുത്. എന്തൊരു ഭാഗ്യം! അത് എത്ര നല്ല ഒരു ചങ്ങായി പാടയച്ചിക്കറ്, അത് എത്ര നല്ല ഒരു കൂട്ടുകെട്ടയച്ചിക്കറ് ചെന്ന് അള്ളാഹു താല ചെല്ലുക. അള്ളാഹു ഞങ്ങൾക്കും ആ ഓഫർ വെച്ച അയങ്ങ ഞങ്ങ ഗഫ്ലച്ചത്, ഞങ്ങ അശ്രദ്ധല്, ഞങ്ങ പവിത്രമായിട്ടുള്ളതായ റമളാന് വന്നിട്ട് പോലും നാണ് നന്നാവണോ, നാ സുധരാവണോ, നാണ് പരിവർത്തനാവണോ, നന്റെ വിശ്വാസത്തിന് നന്നാക്കണോ, നന്റെ അമലൊരു കർമ്മത്തിന് നന്നാക്കണോ, നന്റെ ക്യാരക്ടർ സ്വഭാവത്തിന് നന്നാക്കണോ, നന്റെ മാനർസിനെ നന്നാക്കണോ, നാണ് കുടുംബത്തിൽ നല്ല ഒരു കൗട്ടുംബിക ജീവനാക്കണോ, നന്റെ ദാമ്പത്തിക ജീവന നന്റെ പെഞ്ഞായി റൊട്ടിക്കുള്ളതായ കടപ്പാട്, നന്റെ പെഞ്ഞായി മക്കളൊട്ടിക്കുള്ളതായ കടപ്പാട്,
അത് നല്ല നിലക്കാക്കണോ, നല്ല ഒരു മുസ്ലിമായിട്ട് ജീവിക്കണോ. റമദാനിൽ മാത്രല്ല, റമദാനിന്റെ ನಂತರവും അതേപോലെ. ಅಲ್ಲಿ റമദാനുക മാത്രം സീമിತ അത് അള്ളാഹു സ്വീകരിക്കില്ല. അത് കാപ്പട്യമായി ചിക്കറ്, അത് അള്ളാഹുര വഞ്ചനക്കത്. വിശ്വാസി മുഅ്മിൻ സത്യവിശ്വാസി എപ്പോഴും റമദാനിലും റമദാനിലെ പിന്നെയും അവന്റെ ജീവിതം ഒരേപോലെ ഇരിക്കും. അതേ ചിക്കറ് അമ്പിയാക്കന്മാർ സ്വഹാബത്ത് സുഹദാക്കന്മാർ കാട്ടിത്തന്ന തരീക്ക. ഇതേ ചിക്കറ് ബദറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതായ വലിയ ഒരു സന്ദേശ. അള്ളാഹു താല ചെന്നനൊക്കൊരു മലായിക്കത്തിനെ ബദറിൽ ഇറക്കിട്ടാകുമ്പോ ഞങ്ങളെ മനസ്സിക്ക് കിട്ടിയ ഒരു സമാധാനം ഉണ്ട്, ನೆಮ್ಮದಿ ഉണ്ട്, ഒരു ശുഭവാർത്ത ഉണ്ട്. അത് വല്ലാത്ത ഒരു ശുഭവാർത്ത എത്തിക്കറ്. എന്നിട്ട് അള്ള കേൾക്കറ് അതേ ആയത്തിൽ ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ഞങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കണായ ആയത്ത്. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുരെ കൊണ്ടല്ലാതെ ആരെ കൊണ്ട് തെറ്റിക്കറ് സഹായമുള്ളത്? ബദരീങ്ങളെ സഹായിച്ചത് റബ്ബായിത്തിക്കറ ചെന്ത അല്ല ചെന്ത എത്തിക്കറ അല്ല ചെല്றது. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുരെ കൊണ്ട് ചെല്ലാതെ ആരെ കൊണ്ട് തൈത്തിക്കറ സഹായമുള്ളത്? ബദർ യുദ്ധത്തിൽ ബദരീങ്ങളെ സഹായിച്ചത് ആരായിത്തിക്കർ? ബദർ യുദ്ധത്തിൽ 1000 ബണ്ടതായ മലായികത്തിങ്ങളെ ഇറക്കിയത് ആരായിത്തിക്കർ? ബദർ യുദ്ധത്തില് മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ടുള്ളതായ ശബ്ദത്തിനെ അതേപോലെ അങ്ങനെ ശക്തിനെ പരാജയപ്പെടുത്തിയത് ആരായിത്തിക്കർ? ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടമായ ഗനീമത്ത് സ്വത്ത് കൊടുത്തത് ആരായിത്തിക്കർ? അള്ളാഹു ആയിത്തിക്കർ. എന്തേ? ഈമാൻ. അള്ളാഹുരെ മാത്രം ആരാധിച്ചാറ്, അള്ളാഹുരെ മാത്രം വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാറ്, അള്ളാഹുരെ മേലിൽ മാത്രം തവക്കുലാക്കിയാറ്, അള്ളാഹുരെ ആശ്രയ മാത്രം ആഗ്രഹിച്ചാറ്, തൗഹീദ് വേനായി തന്നെ ശബ്ദിച്ചാറ്, ഷിർക്കിൽ തന്നെ വിട്ടു നിന്നാറിട്ട് മാത്രല്ല അതിക്കെതിരായി തന്നെ ശബ്ദിച്ചാർ. അള്ളാഹു ഞങ്ങളെ സഹായിച്ചാർ, ഞങ്ങളെ ദുആ അള്ളാഹു കബൂലാക്കിയ. ഒന്ന് ചിന്തിക്കോ, സ്വന്തം നഫ്സിൽ ഞങ്ങൾ ചിന്തിച്ചെങ്കിലും വയ്യാവും. അയെങ്കില ഈ പവിത്രമായിട്ടുള്ളതായ റമദാൻ, ഈ റമദാനിലെ പൊയിനേലാമത്തെ ഈ പകല്, അതേപോലെ ഇന്നലത്തെ ജാവുലു ഞങ്ങളെ സമുദായത്തിലുള്ള ആൾമാരാക്കുന്ന അവസ്ഥ എന്തായിത്തിക്കർ? ഇത് ഞങ്ങൾ ചെല്ലണ്ടേ. ഇത് ആരെയും ദൂരതല്ല, ആരെയും വിമർശനാക്കുന്നതല്ല, ആരെയും ഞങ്ങൾ വിമർശനാക്കുക കുത്തീര, ആരെയും ഞങ്ങൾ വ്യക്തി നിന്ദനാക്കുക കുത്തീര, ആരെയും കുടുംബ വിഷയം ഞങ്ങൾ എടുക്കുക കുത്തീര, ആരെയും എല്ലാരെയും ഹിദായത്തിന് വേനായിട്ട് ഞങ്ങൾ അള്ളാഹുരട്ടിക ദ്വാരക്കും അയങ്ങ് ഞങ്ങൾ പരിവർത്തനാവണം. അതൊക്കെ എത്തിക്കറ് ഈ ബദർ തന്റെ വലിയ ഒരു സന്ദേശം. ഒമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹു ആയിത്തിക്കറ് കേട്ടെ, ആരായിത്തിക്കറ്? അള്ളാഹു അല്ലാതെ ആരായിത്തിക്കറ് സഹായിച്ചത്? അള്ളാഹുരെ സഹായമല്ലാതെ ആരെ സഹായമായിത്തിക്കർ? ഭയങ്കര ഖേദകരം. അള്ളാഹുഗു മാത്ര ആരാധിക്കണായ, അള്ളാഹുഗു മാത്ര ഇബാദത്തെടുക്കണായ, അള്ളാഹുരെ ഭൂമിയില് ഏറ്റവും പവിത്രമായ അള്ള ബഹുമാനിച്ചതായ ജഗൽ അള്ളാഹുരെ പള്ളി, മസ്ജിദുകൾ. അള്ളാഹു ഖുർആനിൽ ചെന്നത് 72-ാമത്തെ അധ്യായ സൂറത്ത് ജിന്നില് എന്തായിച്ചിക്കരു? അന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികളെല്ലാം അള്ളാഹുരെ ദയിച്ചിക്കര്, അള്ളാഹുരെ ഭവനമായി ചിക്കര്. എല്ലാ പള്ളിയും അള്ളാഹുരെ ദയിച്ചിക്കര്. 3 പള്ളി കഴിഞ്ഞിട്ടെങ്കിൽ മക്കത്തിലുള്ളതായ മസ്ജിദുൽ ഹറം, മദീനത്തിലുള്ളതായ മസ്ജിദുൻ നബവി, ഫലസ്തീനിലുള്ളതായ ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളി പുട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ളതായ എല്ലാ പള്ളികളും എത്ര കോടി ചെലവാക്കിയതായ പള്ളിയായെങ്കിലും, എത്ര ചെറിയ പള്ളിയായെങ്കിലും അള്ളാഹുബേനായിട്ട് അത് വഖഫാക്കി തിന്നെങ്കിൽ ലോകത്ത് 3 പള്ളി പുട്ടുണ്ടെങ്കിൽ എല്ലാ പള്ളിക്കും ഒരേ സ്ഥാനമായി ചിക്കറ്, ഒരേ പദവി അയച്ചിക്കറ്. ആ പള്ളിയുടെ വിഷയിച്ചിക്കറ് അള്ളാഹ് ചെല്ലുന്നത് വഅന്നൽ മസാജിദ ലില്ലാഹ്. ആ പള്ളികളെല്ലാം അള്ളാഹുരെ ദയിച്ചിക്കറ്, അള്ളാഹുരെ ഭവനം അയച്ചിക്കറ്. അതുകൊണ്ട് അള്ളാഹു ചെല്ലുന്നത് ഫലാ തദൂ
മഅല്ലാഹി അഹദാ. ആ പള്ളിയിൽ നിങ്ങ അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ദ്വാർന്നിരണ്ട. അള്ളാഹുരെ വിളിച്ചിട്ട് നിങ്ങൾ ദ്വാരക്കോർ. പടച്ച റബ്ബുരല്ലാതെ എല്ലാം തന്നതായ, ജീവൻ തന്നതായ, ഉമ്മരെ ഗർഭാശയത്തില് റൂഹിട്ടിട്ട് എല്ലാ നിലക്ക് റിസ്ക് തന്നതായ പടച്ച റബ്ബ്, ഗർഭാശയ ചെല്ലുന്നതായ ചിമ്മ അറ ഇരുട്ടറയില് ഓക്സിജനില് പുറത്തത്തെ ഒരു ഓക്സിജൻ കടക്കാത്തതായ ഗർഭാശയത്തിലെ ഉൽഗത്തില് ഓക്സിജൻ തന്നിട്ട് വേണമായ റിസ്ക് തന്നിട്ട് കൈക്കാലിന് ശക്തി തന്നിട്ട് ഗർഭാശയത്തിൽ ഞങ്ങളെ വളർത്തിയതായ റബ്ബ്, അല്ല തീരുമാനിച്ചതായ നാളില് ഉമ്മരെ ഗർഭാശയത്തിൽ നിന്ന് ആലമുദ്ദുന്യ ചെല്ലുന്നതായി ഭൂമി ലോകത്തിന് കൊടുന്നതായ റബ്ബ്, ഞങ്ങൾക്കൊന്നും പിടിയില്ലാത്ത എങ്ങനെ അയച്ചിട്ട് ഞങ്ങൾ ഉമ്മരെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തിന് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് പിടിയില്ല. ഞങ്ങളെ റബ്ബ് സംരക്ഷിച്ച, ഞങ്ങളെ കൈക്കാലുകൾ പടച്ച റബ്ബ് ശക്തി പകർന്നു തന്ന ഇണ്ട് ഞങ്ങ ഖൈറു ഉമ്മത്തായ കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മത്താവോർ ചെന്ന് അല്ലാഹു തആല ചെന്ന് ആ ഖൈറു ഉമ്മത്തിൽ ഞങ്ങൾ ഉള്ള. പക്ഷേ ഞങ്ങൾ ഒന്ന് ചിന്തിക്കണ്ടേ, ഇതെല്ലാം തന്നതായ പടച്ച റബ്ബ്, ഞങ്ങൾക്ക് എല്ലാം തന്നതായ റബ്ബ് ഞങ്ങളത് നല്ലത് ചെന്ന് എന്തായിട്ടിക്കറ ഞങ്ങൾക്ക് അവകാശപ്പെടുള്ളത് സഹോദരന്മാരെ? ഉണ്ടാ ഞങ്ങളത് ചെന്ന് എന്തും ഉണ്ടാ? ഒന്നുമില്ല. നാണ് എന്ത് മരിച്ചിട്ടെങ്കില് നിങ്ങ മരിച്ചാറിട്ടെങ്കില് ഒന്നുമില്ല. വിശ്വാസവും നന്നായിട്ടുള്ള അള്ളാഹുരെ പേടിച്ചിട്ട് അചഞ്ചലമായിട്ടുള്ളതായ അള്ളാഹുരൊട്ടിക്കുള്ളതായ വിശ്വാസവും തൗഹീദിൽ ഉറച്ചതായ വിശ്വാസവും അതിരൊട്ടിക്കുള്ള അമല് സ്വാലിഹത്തല്ലാതെ ഞങ്ങൾ മരിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഒന്നും കൊണ്ടുപോകില്ല. ഒന്നും ഞങ്ങൾക്ക് ഉപകാരത്തേക്ക് കിട്ടില്ല. ഞങ്ങളെ സ്വത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്പോൺസർ ചേഞ്ച് ആയിട്ടായിട്ട്, അതിന്റെ കഫാലത്ത് ചേഞ്ച് ആയിട്ടായിട്ട്. അതുകൊണ്ട് ചിന്തിക്കൊരു, ഈ റബ്ബിനെ എങ്ങനെ എത്തിക്കരും മറന്ന് ജീവിക്കരുത്. റമളാനിലെ നോമ്പ് നോക്കിച്ച് അള്ളാഹുരെ പള്ളിയില് അള്ളാഹുക്ക് മാത്രം ആരാധിക്കണായിട്ടുള്ളതായ പടച്ച റബ്ബിലെ പള്ളിയിൽ പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്തതായ, അള്ളാഹു പൊറുക്കാത്തതായ പാപങ്ങൾ ആക്രേണ്ടെങ്കിൽ, ശിർക്ക് ആക്രേണ്ടെങ്കിൽ, ബദരീങ്ങളെ പേരിൽ പോലും ഇല്ലാത്ത കള്ള കറാമത്തുകൾ ഉണ്ടാക്കിയിട്ട് അത് സൃഷ്ടിയാക്കിയിട്ട് ബദരീങ്ങളെ പേരിൽ കളവുചെന്റെ 6 ബദരീങ്ങളെ പേരിൽ ഉള്ള ചരിത്ര ചെന്നെങ്കിൽ ചെന്ത് തീർക്കുക സാധ്യമുണ്ടാ? ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചില്ലേ? ഹദീസിലെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടില്ലേ? അതേപോലെ എത്ര ബദരീങ്ങളെ കുറിച്ചിട്ടുള്ളതായ ചരിത്രത്തിലെ ഗ്രന്ഥം അയച്ചിക്കർ എത്ര വലിയ സ്ഥാനത്തിലയച്ചിക്കാറങ്ങുള്ളേ. ഔലിയാക്കന്മാരെ നേതാക്കന്മാരെ അയച്ചിക്കാറങ്ങ. ആ ബദറിക്ക് പോയ ശുഹദാക്കന്മാർ അള്ളാഹു എങ്ങനെ അയച്ചിക്കർ ഖുർആനിൽ പ്രശംസിച്ചത്. ആ ബദരീങ്ങൾക്ക് അത്ര വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനം എന്തുകൊണ്ട് തെറ്റിക്കർ ലഭിച്ചത്? അങ്ങനെ വിശ്വാസപൂർണമായിട്ടുള്ള ഈമാൻ, അള്ളാഹുടെ മേലുള്ളതായ തവക്കുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗ എപ്രകാരം അനുസരിച്ചാറ് നിങ്ങൾ നോക്കോ. ബദറിന്റെ ചരിത്രം ഞങ്ങൾ പഠിക്കണ്ടേ? എത്രത്തോളം ചെന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെന്ന് നിങ്ങൾ നോക്കൂ. ബദറിൽ അള്ളാഹു എത്രത്തോളം മുഅ്മിനീങ്ങൾ അള്ളാഹു സഹായിച്ച. ആകാശത്തിൽ നിന്ന് അള്ളാഹു മലരക്കിയ, മലയില്ലാത്ത ശക്തമായിട്ടുള്ളതായ ചൂട്. ബദരീങ്ങ അല്പസ്വല്പ തണ്ണി ഉളു എടുക്കുക വേണായിട്ട്, അതേപോലെ ബാക്കിയുള്ള ആവശ്യത്തിന് വേണായിട്ട് സൂക്ഷിച്ചു വെച്ച് തിന്നാർ. അതിനെ പോലും മുശ്രിക്കീങ്ങളായ ആൾമാർ കൊള്ളടിച്ചാർ. അല്ലാഹു സുബ്ഹാനഹു തആല നോക്കൊരു ആയത്തിറക്കിയത്, ഇത് യുഗശീകുമുൻ നുആസ അമനതം മിൻഹും. അല്ലാഹു ബദറിൽ എത്രത്തോളം സുരക്ഷിത കൊടുത്ത, നിർഭയത്തെ കൊടുത്ത. എങ്ങനെ യുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാആ. അല്ലാഹു ആകാശത്തിൽ നിന്നും മലര ഇറക്കി കൊടുത്ത, അള്ളാഹുരെ റഹ്മത്തിനെ ഇറക്കി കൊടുത്ത. സഹാബത്തുക്ക് ഉളു എടുക്കുക തണ്ണിയില്ലേ, മലമൂത്ര വിസർജനാക്കുക തണ്ണിയില്ലേ. ഉളു എടുക്കുള്ളതായ തണ്ണിയില്ലാതെ, ഉളു ഇല്ലാതെ അണ്ട് തയമാക്കണം ചെല്ലതായ ആയത്തിറങ്ങിയിട്ടില്ലേ? തയമണ്ടി ഇല്ലാന്ന് അതിനെ പിന്നയിച്ചിക്കര്. അപ്പോ ഉളു ഇല്ലാതെ പോലും സ്വഹാബത്ത് നിസ്കരിക്കേണ്ടി വന്ന് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ട് തണ്ണിയില്ല. ആ സന്ദർഭത്തിലേക്ക് അള്ളാഹു ആകാശത്തിൽ നിന്ന് മലരെ ഇറക്കി കൊടുത്തത്. മാത്രല്ല എന്തൊക്കെ ലിയുതഹിറകും ബിഹി
ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. എട്ടാമത്തെ അധ്യായ സൂറത്ത് അംഫാലിന്റെ 11-ാമത്തെ ആയത്ത് ബദറുമായിട്ട് ചരിത്ര വിശദീകരിക്കുന്നതായി അംഫാൽ അള്ളാഹു ആകാശത്തിൽ നിന്ന് മലർ ഇറക്കിയ തങ്ങളെ ശുദ്ധീകരിക്കുകയായി. ഷൈത്താന്റെ മാലിന്യത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ ശുദ്ധീകരിച്ച. ബദറില് പോയ ഒരേ ഒരു ബദരീങ്ങളെ മുട്ട ഷൈത്താൻ അടുത്തിട്ടില്ലേ. അള്ളാഹു അത്രത്തോളം ഞങ്ങൾക്ക് കാവൽ കൊടുത്ത, സംരക്ഷണ കൊടുത്ത. മാത്രമല്ല കുലൂബിക്കും ഞങ്ങളെ ഹൃദയത്തിൽ അള്ളാഹു ധൈര്യം കൊടുത്ത. ഞങ്ങളൊട്ടിക്ക് യുദ്ധത്തിന് ആയുധയില്ല, കുതിരയില്ല, ഒട്ടകയില്ല, എല്ലാം കൊറടിയേറ്റിക്കറ്. 300 ചില്ലാന ബദരീക മാത്ര, അതും ദുർബലരായിട്ടുള്ള പാവപ്പെട്ട് ഉടുത്തുണിക്ക് മറുതുണിയില്ലാത്തതായ ആ ബദരീക അല്ലാഹു സുബ്ഹാനഹു തആല നിലക്ക് ഞങ്ങളെ സംരക്ഷണാക്കിയ, ഞങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു ധൈര്യം ഇട്ട് കൊടുത്ത, ആകാശത്തിൽ നിന്ന് റബ്ബ് മലരെ ഇറക്കി കൊടുത്ത. അല്ലാഹു ഞങ്ങളെ കാൽപാദത്തിനെ ഉറപ്പിച്ച. പേടിക്കണ്ട, അള്ളാഹുടെ സഹായവും അള്ളാഹു ചെല്ലുക. തീർച്ചയായിട്ടും ഖണ്ഡിതമായും അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളൊട്ടിಗೆ ഇച്ചിക്കറ്. അള്ളാഹു ചെന്നവർ പലക്കൊണ്ട് ബദർ യുദ്ധം കഴിഞ്ഞിട്ട് മുശ്രിക്കീങ്ങൾക്ക് കൊടുത്തവർ താക്കീതുകൊണ്ട് റസൂലിനൊട്ടിಗೆ ചെന്നത്. ഞങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ ഇങ്ങനെ ഓതുമ്പത്തുകു അതിന്റെ തഫ്സീർ എടുത്തിട്ട് അർത്ഥം എടുത്തിട്ട് ആരൊട്ടിಗೆ ഗൊന്തിന്ന ആൾമാരോട് കേട്ടിട്ട് ഒന്ന് പഠിക്കുക നോക്കണം. ബദറിന്റെ ചരിത്രം എനിക്ക് പിടിയാവും. എല്ലാ വിഷയത്തിലും ബദറിനെ മാത്രമല്ല അള്ളാഹു താല ചെന്ന് നോക്കൂ. അള്ളാഹു ഒരു എച്ചരിക്ക ഉണ്ട്. എന്താ എത്തിക്കറ്? നിങ്ങ ബണ്ടാറുണ്ടായെങ്കില്, ഹക്ക് മനസ്സിലാക്കാറുണ്ടായെങ്കില്, സത്യം നിങ്ങ മനസ്സിലാക്കാറുണ്ടെങ്കില് നിങ്ങക്കിതാ ഈ ബായിൽ ഓപ്പൺ അയച്ചിക്കര്, നല്ലൊരു അവകാശം അയച്ചിക്കര്. അതല്ല നിങ്ങളെ അസത്യത്തിൽ നിന്ന് ബാത്തിൽ നിന്ന് വിരമിക്കുന്നത് നിങ്ങൾക്ക് അത് ബെറ്റർ അയച്ചിക്കര്, നിങ്ങൾക്ക് അത് ഹൈർ അയച്ചിക്കര്. അതിന് അതല്ല അതേ സ്വഭാവത്തിന് നിങ്ങൾ മടങ്ങാറുണ്ടെങ്കിൽ നങ്ങ ഇനിയും നിങ്ങളെ ബുടലെ നങ്ങ ഇനിയും ആവർത്തിക്കുക. എപ്രകാര മലായികത്തിനെ ഇറക്കിത്ത് മുഅ്മിനീങ്ങൾ അല്ലാഹു സഹായിച്ച അതേപോലെ. എന്നിട്ട് അല്ലാഹു ചെല്ലുന്നത് വലൻ തുഗ്നിയ അൻകും ഫിയതുകും ശൈഅൻ. അങ്ങളെ ജനബെമ്പല അങ്ങ സമ്പാദിച്ചത് ഒന്നും അങ്ക് ഉപകാരത്തുകയില്ല. നിങ്ങൾക്ക് എന്ത് ഉപകാരപ്പെട്ടില്ലല്ലേ? എത്ര കുതിരയിന്ത് നിങ്ങളൊട്ടിಗೆ, എത്ര വണ്ടയിന്ത്, എത്ര കത്തയിന്ത്, എത്ര യുദ്ധായുധങ്ങളിന്ത്, ഏതെല്ലാം സജ്ജീകരണങ്ങളായിട്ട്, എന്തെല്ലാം വെല്ലുവിളി, എന്തെല്ലാം ഓഫർ എവിടെ പോയി? അള്ളാഹു സുബ്ഹാനഹു തആല ചെന്നാണ് നിപ്പാട്ടൊക്കെ കൊണ്ട് അള്ളാഹു തആല ചെല്ലുന്നു. അത് എന്തും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല. വലൗ കസുറത്, നിങ്ങൾ അധികരിച്ചതായ ആൾമാരായെങ്കിലും സമയം എത്ര ജനബെമ്പലിക്കൻ. വലൻ തുഗ്നി അൻകും ഫിയതുകും ശൈഅൻ, നിങ്ങളെ ഈ സൈന്യ ജനബെമ്പല ഒന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടല. വലൗ കസുറത്, നിങ്ങൾ അധികരിച്ചെങ്കിലും സമ എന്തേ വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അതൈച്ചിക്കർ എന്തേ വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. ഖണ്ഡിതമായും മുഅ്മിനീങ്ങളൊട്ട് കയറ്റിക്കർ പടച്ചറപ്പുള്ളേ. എപ്പോ ഇത് ബദറിൽ യുദ്ധത്തിൽ പോയ സ്വഹദാക്കന്മാർക്ക് ബദരീങ്ങൾക്ക് മാത്രമല്ല, ഖിയാമത്ത് നാളത്തോളം അള്ളാഹുരെ ഖുർആന്റെ ഹുക്കും അതേപോലെ എത്തിക്കർ. ആറ് അള്ളാഹുരെ സദാസമയ പേടിക്കാറാ, അള്ളാഹുൽ ഉറച്ച വിശ്വാസം ഇടാറാ, പടച്ചിറപ്പുരെ തവക്കുലാക്കാറാ, അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ചിട്ട് ചര്യ അനുസരിച്ചിട്ട് യഥാർത്ഥ മുസ്ലിമായി താറ് ജീവിക്കാറാ. ഞങ്ങളൊട്ടിക റബ്ബുള്ള ഏത് ശത്രുക്കളായിട്ടുള്ള ആൾമാർ ഏത് ഞങ്ങളെ തന്ത്ര കുതന്ത്ര ഉപയോഗപ്പെടുത്തിയെങ്കിലും അള്ളാഹു അത് പരാജയപ്പെടുത്തുക, പരീക്ഷിക്കുക. അള്ളാഹു അത് അമ്പിയാക്കന്മാരെ പരീക്ഷിച്ചിര. അതുകൊണ്ട് ഈ ബദറിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കാനായ ഏറ്റവും വലിയ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയത്തിക്കറ് ഞങ്ങളെ വിശ്വാസത്തിലെയും അമലിനെയും നന്നാക്കിയിട്ട് മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് മുഅ്മിനായിട്ട് മരിച്ചിട്ട്
നാളെ പരലോകത്തിൽ അള്ളാഹുരെ സ്വർഗഭവനത്തില് ആ ബദരീങ്ങളൊട്ടിಗೆ സ്വർഗത്തിക്ക് കൂട്ടരതെത്തിക്കത് അതൈത്ത് വേണം. ബദറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതായ വലിയ ഒരു പാട്ട അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ഭാഗ്യ പഠിച്ചറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ഗಂಟത്തോളം ഈ അള്ളാഹുരെ പള്ളിയില് ഈ ദീനിയായ ക്ലാസ് കേൾക്കുക തെച്ചിറാറ് അള്ളാഹു ഇതിലെ ആഖിറത്തിൽ വലിയ മുതലാക്കിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ തെച്ചതായ ഓരോരോ സെക്കൻഡും അള്ളാഹു തക്കതായ പ്രതിഫലം പടച്ചറപ്പ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഈ പള്ളിയിലെ ആഡളിത്ത മണ്ഡലി അൽഹംദുലില്ലാ എല്ലാ റമദാനിലും അള്ളാഹു ദീന് ചെല്ലുള്ള ഒരു അവസരമാക്കിയിട്ട് തന്നത് അള്ളാഹു വലിയ ഒരു സ്തുതി എത്തിക്കൽ. അള്ളാഹു അവനക്ക് ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു അവനക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവനക്ക് ഇനിയും ധാരാളമായിട്ട് ദീനക്ക് വേനായിട്ട് തടിയും സമ്പത്തും ചെലവാക്കുക അള്ളാഹു തൗഫീഖ് തരട്ടെ. അതേപോലെ ഈ പ്രോഗ്രാം തയ്യാറാക്കിയ ഇതിക്ക് വേനായിട്ട് കഷ്ട സഹിച്ച് ഇതിക്ക് വേനായിട്ട് എല്ലാ നിലക്കും പ്രവർത്തിച്ച എല്ലാ ആൾമാർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ ആഖിറത്തിൽ വലിയ മുതലായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഞങ്ങളുടെ സഹോദരന്മാർക്ക് സുരക്ഷിത അള്ളാഹു താല കൊടുക്കട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിയിട്ട് മരിക്കുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ സഹോദരന്മാരുള്ള സഹോദരിമാരുള്ള ഞങ്ങളെ കുടുംബക്കാരുള്ള പോയ റമദാൻ ഞങ്ങളൊട്ടിಗೆ നോമ്പ് തുറന്ന ആൾമാർ പള്ളിയിൽ തറാവി നിസ്കാരത്തിൽ ഖിയാമുൽ പെരുന്നാളിന്റെ ഈദ്ഗ നിസ്കാരத்துக்கு വന്ന് എത്ര ആൾമാരുള്ളാറ് അങ്ങ് ഇന്ന് ഈ ഭൂമിയിലില്ല. എന്നെന്നുമുള്ള മടക്കമില്ലാത്ത യാത്ര പോയിരാർ പരലോകത്തിൽ. ഞങ്ങളെ സ്ഥിതിഗതി എന്നുള്ള ഞങ്ങൾക്ക് പിടിയില്ല. അള്ളാഹുവെ ഞങ്ങളെ ജീവിത കാലത്തിൽ എന്തെങ്കിലും അങ്ങാക്കിയ തപ്പുര കാരണത്തിൽ അങ്ങക്ക് ശിക്ഷ നീ കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നീ ഹെൽപ്പാക്കിത്ത് ആ ശിക്ഷയിൽ നിന്ന് തങ്ങളെ നീ ദൂരീകരിക്കുറപ്പേ, സലാമത്താക്കുറപ്പേ, ഖബർ അദാബിൽ നിന്ന് നീ സലാമത്താക്കപ്പ. അള്ളാഹു ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസുൽ അമ്പിയാക്കന്മാരൊട്ടിಗೆ ബദരീങ്ങളൊട്ടിಗೆ ശുഹദാക്കന്മാരൊട്ടിಗೆ സിദ്ദീഖീങ്ങളൊട്ടിಗೆ പടച്ചറപ്പെ നീ ಸೇರ್ಪಾಟಿട്ട് അനുഗ്രഹിക്കല്ല. അള്ളാഹു ചെമ്മ ആൾമാർ നാനാനത്തെ സീക്ക് കൊണ്ട് പ്രയാസപ്പെട്ട ആൾമാരുള്ള ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിൽ എത്തിയ ആൾമാർ, കിഡ്നിയുടെ ലിവറിന്റെ അതുപോലെ നാനാനത്തെ സീക്ക് കൊണ്ട് പ്രയാസപ്പെട്ട ആൾമാർ അള്ളാഹു എന്ത് നീ ആജിലായി ശിഫ കൊടുറപ്പേ, പരിപൂർണ ആഫിയത്ത് നീ കൊടുറപ്പേ. ഞങ്ങളെയും നീ എല്ലാ രോഗത്തിൽ നിന്ന് കാത്തു സലാമത്താക്കല്ല. ഞങ്ങളെ മക്കളെ നീ കാത്തു സലാമത്താക്കറപ്പേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.